ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സങ്കീർത്തന പുസ്തകത്തിൽ 37 അധ്യായം 27 തിരുലിഖിതം. തിന്മയിൽ നകന്ന് നന്മ ചെയ്യുക, നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ അനവധി തരത്തിലുള്ള ക്ലേശത്തിലിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരു വിടുതൽ ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. നമ്മളിങ്ങനെ വിടുതൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ വിടുതലും സൗഖ്യവും കർത്താവ് തൽക്ഷണം നൽകും. ഒരു ചേച്ചിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് അന്നമ്മ ജോർജ്, കൂടലിൽ നിന്ന് വരുന്നു. ഞങ്ങൾ പേപ്പറിൽ കണ്ടാണ് വന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരമ്മമ്മ വന്ന് പറഞ്ഞു, അന്നമ്മ ഇതുപോലെ അഭിഷേക് സേവ്യർ വട്ടായിൽ അച്ഛൻ്റെ നടക്കുന്നത്, നമുക്ക് പോകണമെന്ന് പറഞ്ഞു. എനിക്ക് 20 വർഷമായിട്ട് ശരീരം മുഴുവൻ അസ്ഥികളെല്ലാം വേദനയായി. ഇത് തല നട്ടലും കാലും എവിടെയെല്ലാം അസ്ഥികളുണ്ട്. അത് മുഴുവൻ എനിക്ക് ഇരിക്കാനോ എഴുന്നേക്കാനോ എഴുന്നേൽക്കാനോ ഒന്നും വയ്യ. എൻ്റെ മകനെ ഞാൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കൈ പിടിച്ച് ഇങ്ങനെ വലിഞ്ഞെഴുന്നേക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൈ 3 ഓപ്പറേഷൻ കഴിഞ്ഞാണ് കൈക്ക് ഇങ്ങനെ പുറം തേക്കുവാനോ ഒരു സാധനം എടുക്കാനോ എല്ലാം ഇടത്ത് കൈ ഉണ്ടായിരുന്നു ചെയ്യുന്നത്. അതെല്ലാം എൻ്റെ മോൻ എന്നെ കൂടുതലായിട്ട് സഹായിക്കും. ഈ വലത് കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ തിരിക്കാനോ ഒന്നും എടുക്കാനോ പറ്റത്തില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് രാവിലെ അങ്ങനെ തന്നെയായിരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ സമയത്ത് എനിക്ക് ഈ ശരീരം ഈ വലതുഭാഗത്ത് മുഴുവനും ഒരു പെരുപ്പും ചൂടും പോലെ അനുഭവപ്പെട്ടു. ഇപ്പോൾ തൊട്ട് മുമ്പ് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലതുഭാഗം മുഴുവൻ ഒരു പെരുപ്പും ചൂടും അനുഭവപ്പെട്ടു. ഈ ഏണടിച്ച് ഞാൻ 2-3 പ്രാവശ്യം വീഴുന്നതല്ല, ഈ ഏണും നടുവും അടിച്ചായിരുന്നു അവനെ. അങ്ങനെ ഞാൻ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് എത്ര ഹോസ്പിറ്റലുകളുണ്ടോ, കോട്ടയം, തിരുവനന്തപുരം, പുഷ്പഗിരി, അങ്ങേറ്റ എല്ലാ ഹോസ്പിറ്റലിലും ചെന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന്. എൻ്റെ ഭർത്താവ് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത കൂടുതലും പേര് ഞങ്ങളുടെ ഇടവകയിലും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യിക്കേണ്ട, ദൈവത്തെ കഴിയാത്ത ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇന്നുവരെയും പ്രാർത്ഥിക്കായിരുന്നു. ഇന്നലെ എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ എടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ ഇരുത്തിയിട്ടുണ്ട്. യേശുവേ, അത്രയും വിഷമായിരുന്നു. വർഷങ്ങളായി എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഇന്നലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇന്നലെ സുഖമായിട്ട് പോയി ഉറങ്ങി. ഇന്ന് എൻ്റെ വീടിന്റെ അടുത്തുള്ള അമ്മാമ എന്നെ വന്ന് വിളിച്ചപ്പോൾ കോളിംഗ് ബെൽ അടിച്ചപ്പോഴാണ് ഞാൻ ഉണരുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് ഉറങ്ങിയിട്ട് ഉണരണില്ല. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് ആള് വന്ന് മണി അടിച്ചിട്ടാണ് എഴുന്നേക്കുന്നത്. അതേമാതിരി ഉറങ്ങി. രാത്രിയിൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞ തുണി മടക്കി വെക്കുക, പച്ചക്കറികൾ അരിയുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എനിക്ക് കസേരയിൽ ഇരുന്നു ഈ ഒരു വശം ചരിഞ്ഞാൽ എനിക്ക് ഈ വശം കൊണ്ട് ഇരിക്കാനോ കിടക്കാനോ ഒരു സൈഡ് മുഴുവൻ വർഷങ്ങളായിട്ട് പറ്റത്തില്ലായിരുന്നു. എത്ര വർഷമായിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു സൈഡ്? 20 വർഷം. 20 വർഷം. അങ്ങനെ ഞാൻ ഈ ഒരു സൈഡ് ചരിഞ്ഞാ വന്ന് ഇവിടെ ഇരിക്കുന്നത്. പള്ളിയിൽ ചെന്നാലും എനിക്ക് തറയിരിക്കത്തില്ല, ഞാൻ സ്റ്റെപ്പയിലിരിക്കും. അമ്മച്ചിമാര് പ്രായമുള്ള അമ്മച്ചിമാർക്ക് സീറ്റ് നാണക്കേടാന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ സ്റ്റെപ്പേ മാറിയിരിക്കും, കസേരയിലൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മമ്മിക്ക് കൈയൊക്കെ പുറമോട്ട് നൂർത്താം, മടക്കാം, കാല് മടക്കാം. ഇന്ന് രാവിലെയും പറ്റില്ലായിരുന്നു. മകനെ പിടിച്ചിങ്ങനെ താങ്ങി മോൻ കൊണ്ടുവന്നാണ്. ബാത്റൂമിലൊക്കെ എൻ്റെ കുഞ്ഞാണെങ്കിൽ എന്നെ വാതിക്ക വരെ പൊക്കോണ്ടിരിക്കും. എന്നെ നടക്കാൻ ചരിഞ്ഞിങ്ങനെ എഴുന്നേറ്റാലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് നടക്കത്തില്ലായിരുന്നു. ഇങ്ങനെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ആദ്യം ഇങ്ങനെ നടന്നിരുന്നത് കാണിച്ച് അത് ഇങ്ങനെ എഴുന്നേറ്റാലും ഇങ്ങനെ നടക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് നടക്കത്തില്ലായിരുന്നു. ഇപ്പൊ നടക്കാൻ ചാലും പോട്ട് നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക മടക്കിയെടുത്ത് ശാപക്കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകുന്നേ, ജീവനിലേക്ക് നടന്നു പോകുന്നേ, ജീവനിലേക്ക് നടന്നു പോകുന്നേ. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഈ സമയത്ത് നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗം നിങ്ങൾ എഴുന്നേൽപ്പിക്കും.
പിതാവായ ദൈവം നിങ്ങൾ എഴുന്നേൽപ്പിക്കും. നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. തളർന്നു കിടക്കുന്ന രോഗികളാണെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവിന്റെ വചനം മർക്കോസ് 11:24. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് പറ്റുന്ന മുഴുവൻ ആളുകൾ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. കിടക്കയിലുള്ളവർ ഇപ്പോൾ കിടക്കയിൽ നിങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിൽക്കുന്നവർ നിങ്ങളുടെ കുട്ടികളോ ആരെങ്കിലും അടുത്ത് രോഗികളായില്ലെങ്കിൽ ആ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ രോഗമുള്ള മേഖലകളിലേക്ക് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈകൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ സമയം കർത്താവ് ഒരു വലിയ വിടുതലിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ദുർബുദ്ധിയുള്ളവർ ഇപ്പോൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കാര്യം അംഗീകരിക്കാൻ പറ്റാതെ മർക്കടമുഷി സ്വഭാവമുള്ളവർ ആ ഹൃദയത്തോട് ചേർത്ത് കൈകൾ അങ്ങോട്ട് വെക്കുക. നെഞ്ചോട് ചേർത്ത് കൈകൾ വെക്കുക. കണ്ണുകൾ അടയ്ക്കുക. യേശുവേ എന്നെ വിടുവിക്കണമേ എന്നിപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികൾ ഇപ്പോൾ ആ ക്യാൻസർ രോഗബാധിതമായ മേഖലകളിലേക്ക് നിങ്ങളുടെ തന്നെ സ്വന്തം കൈകൾ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്തവർ കണ്ണിന്റെ ഭാഗത്തേക്ക് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. കർത്താവ് ഇതാ ദൈവവചനപ്രകാരം നമുക്ക് ഒരു വലിയ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 38:9 മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഈ സമയം എല്ലാവരും ഒരു 10-20 പേർക്ക് കേൾക്കാവുന്ന ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമായ കർത്താവേ, ഈ സമൂഹത്തിൽ രോഗാവസ്ഥകൾ ഓരോ മക്കളെ തൊട്ട് തൊട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് വിടുതലൊരു മഹോത്സവം തന്നെ ആക്കി മാറ്റണമേ കർത്താവേ. യേശുവേ, ഈ സമൂഹത്തിൽ ക്യാൻസർ രോഗബാധിതമായ ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. യേശുവിന്റെ നാമം അയക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മഞ്ഞപ്പിത്ത രോഗത്തെ ശാസിക്കുന്നു കർത്താവേ. മഞ്ഞപ്പിത്തത്തിന്റെ രോഗം ബാധിച്ചിട്ടുള്ളവരിൽ നിന്ന് അതിന്റെ അണുക്കളും രോഗബാധകളും യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. കർത്താവേ, കാഴ്ചയില്ലാത്ത കണ്ണുകൾ കാണട്ടെ, കേൾവിയില്ലാത്ത ചെവികൾ കേൾക്കട്ടെ. നാളുകളായി ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് സൗഖ്യം പ്രാപിക്കാൻ പറ്റാതെ വിഷമിച്ച് വ്രണിതമായ ശരീരമായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ, 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 യേശുവേ. വലിയ വിടുതൽ ഇതാ സമൂഹത്തിലേക്ക് കർത്താവ് നൽകുന്നു. രോഗികൾ ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കുന്നു. മാറി മാറി പനികൾ വരുന്ന ശരീരങ്ങളിൽ നിന്ന് വിടുതൽ ഉണ്ടാകട്ടെ. വായിൽ വ്രണങ്ങൾ വന്ന് സൗഖ്യമില്ലാതിരിക്കുന്ന ശരീരങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഓരോരുത്തരും രോഗങ്ങൾ പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആമാശയ രോഗങ്ങൾ ഇപ്പോൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ, യേശുവേ. തലവേദന, എത്ര ചികിത്സയിൽ മാറാത്ത തലവേദന ഇപ്പോൾ വിട്ടുപോകട്ടെ. യേശുവേ, 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 യേശുവേ. രോഗികളായ കുഞ്ഞുങ്ങൾ യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവായ യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളെയും അവയുടെ സർവ്വ ആധിപത്യങ്ങളെയും ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആ രോഗത്തിന്റെ മുകളിൽ കുരിശിന്റെ അടയാളം വരച്ച് ഇപ്പോൾ ബന്ധിക്കുക. അത് എന്നേക്കുമായി ശരീരത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകട്ടെ. Praise the Lord. Praise the Lord. Hallelujah. 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 സംസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിരിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് സാധാരണക്കാരുടെ സ്നേഹം സ്വീകരിക്കുന്ന കർത്താവ്. വലിയ പഠിപ്പില്ലാത്തവര്, അല്ലെങ്കിൽ വലിയ പുണ്യ യോഗ്യതയൊന്നും ഇല്ലാത്തവര്, പാപികള്, കണ്ണുനീരിൽ കുതിർന്നവര്, അങ്ങനെ വലിയ ബുദ്ധിയില്ലാത്തവര്,
അങ്ങനെയുള്ളവരെല്ലാം സാധാരണക്കാരുടെ സ്നേഹം സ്വീകരിച്ച് അവരോട് കൂടെ ഇടപഴകുന്ന ഒരു കർത്താവിനെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള തിരുലിഖിതങ്ങൾ. യേശു ഒരു വീട്ടിൽ വിരുന്നിന് പോയിരിക്കുകയാണ്. യേശു ഒക്കെ വിരുന്നിന് പോകും. അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ചുമ്മാ അവരുടെ കൂടെ ഇരുന്ന് വർത്താനം പറയുക, ഫുഡ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അതാണ് ഈ ഭാഗത്ത്. ഞാൻ ഓരോ ഭാഗങ്ങൾ വായിക്കാം. ഫരിസേയരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു. യേശു അവന്റെ വീട്ടിൽ പ്രവേശിച്ചു, ഭക്ഷണത്തിന് ഇരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഇരുന്ന്, സാധാരണക്കാരുടെ കൂടെ ഇരുന്നൊക്കെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേയന്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു. അവൾ അവന്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവന്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. ഒരു കുടുംബം വിരുന്ന് തന്നുകൊണ്ടിരിക്കുമ്പോ ഇതാ പട്ടണത്തിൽ ക്ഷണിക്കപ്പെടാത്ത ഒരാള് ഇതിവിടെ യേശു ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായി വന്ന് യേശുവിന്റെ കാൽ അടുത്തിരിക്കുക. യേശു തടഞ്ഞില്ല. പോ 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 പോ, ഇപ്പൊ പറ്റില്ല, പോ, അങ്ങനെയൊന്നും യേശു പറഞ്ഞില്ല. യേശു അവളെ അനുവദിച്ചു. അവൾ കരഞ്ഞു. അപ്പൊ ഒരാൾ നോക്ക്, കുറെ പേര് ഭക്ഷണത്തിനിരിക്കുക. അപ്പൊ ഒരാൾ അവിടെ നിന്ന് കരഞ്ഞു. ഇന്നാണെങ്കിൽ നടക്കുക, അത് നമ്മുടെ വീട്ടിൽ നടക്കുക. അത് എല്ലാവരും ഭക്ഷണത്തിനിരിക്കും, ഒരാൾ കരഞ്ഞ് അവളുടെ പാദത്തിലിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് കരഞ്ഞ് ആ കണ്ണുനീര് കൊണ്ട് കാലങ്ങോട്ട് കഴുകുക. എന്നിട്ട് കാലെ മാറി മാറി ചുംബിക്കുക. എന്നിട്ട് തലമുടി കൊണ്ട് തുടയ്ക്കുക. എന്നിട്ട് നേരത്തെ കരുതി വെച്ചിരുന്ന ആ സുഗന്ധ തൈലം ആ പാദങ്ങളിൽ നന്നായിട്ട് ലേപനം ചെയ്യാം. ആ സുഗന്ധം എല്ലാം ആ മുറി മുഴുവൻ മാർക്കും. എല്ലാവരും കൂടി തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കാവും. യേശു അപ്പോഴും നോ നോ നോ, ഇപ്പൊ ഒന്നും വേണ്ട, ഈ വിരുന്ന് കഴിയട്ടെ, അരമണിക്കൂർ കഴിയട്ടെ, ഞാൻ ആ പാർലറിലേക്ക് വരും, ആ ഗസ്റ്റ് റൂമിലേക്ക് വരും. അപ്പോ ഒന്നും പറഞ്ഞില്ല. യേശു ആ സ്നേഹങ്ങൾ സ്വീകരിക്കുക. യേശു അവളെ അനുവദിച്ചു, അവൾ ചെയ്യട്ടെ. അങ്ങനെ അവരുടെ ഹൃദയഭാരം മുഴുവനും കരഞ്ഞ് അവിടെ തീർത്തു. അപ്പോൾ ആ ഫരിസയന് ഒരു മുറുമുറുപ്പ്, നമുക്കെല്ലാം ഉണ്ടാകുന്ന മുറുമുറുപ്പ് ആ ഫരിസയനുണ്ടായി. ആ ഫരിസയൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവൻ ഒരു പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരാണെന്നും ഏത് തരക്കാരി എന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. അപ്പോൾ ആ പട്ടണത്തിന് മുഴുവൻ അറിയാം ഇവൾ ശരിയല്ലെന്ന്. ഇവൾ പാപിനിയാണെന്നും കൊള്ളരുതാത്തവളാണെന്നും ഈ ഫരിസയനും അറിയാമായിരുന്നു. അപ്പൊ ഒരുപാട് പേർക്ക് അത് അറിയാമായിരുന്നു. പക്ഷെ ഈശോ തടഞ്ഞില്ല, അനുവദിച്ച്. ആ ഫരിസയന്റെ ഈ ചോദ്യത്തിനുള്ള ഈശോ ഉത്തരം കൊടുത്ത്, എന്നിട്ട് ഈശോ തുടർന്ന് പറയണതാണ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചത്. അതാണ് 44 മുതൽ 46 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവിടെ യേശു പറയുന്നത് എങ്ങനെയാണ്? അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശമയോനോട് പറഞ്ഞു, നീ ഈ സ്ത്രീയെ കാണുന്നുവല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവരും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. നീ ഈ സ്ത്രീയെ കാണുന്നുവല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാലുകൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു. നീ എനിക്ക് ചുംബനം തന്നില്ല. എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. ആ നിഷ്കളങ്ക സ്നേഹം അണപൊട്ടി ഒഴുകിയ രംഗമായിരുന്നു അത്. ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഈശോ അവിടെ ആ സാധാരണ പാവപ്പെട്ട ആ സ്ത്രീയുടെ ആ ഹൃദയത്തിന്റെ സ്നേഹം സ്വീകരിക്കുകയാണ്, അത് അംഗീകരിക്കുകയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇതുപോലെ മറ്റു രംഗങ്ങൾ ബൈബിളിലില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈശോയുടെ തിരുത്തോളിൽ വലിയ കുരിശുമരം ചുമത്തി ഗാഗുൽത്താ മലയിലേക്ക് ഈശോ നീങ്ങുകയാണ്.
അതാ വെറോനിക്ക എന്നൊരു സാധാരണ സ്ത്രീ, അവിടുത്തെ വലിയ പ്രഭുകുമാരിയോ വലിയ ഭരണാധികാരിയോ ഒന്നുമായിട്ടൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഒരു വെറോനിക്ക. അവൾ കടന്നു വന്ന് അങ്ങനെ ചോരയിൽ കുതിർന്ന് ശിരസ് മുതൽ പാദം വരെ മുറിവേൽക്കാത്ത ഒരു മുറിഞ്ഞ മാംസ കഷ്ണം പോലെ തീർന്ന ഈശോ, ആ ഈശോയുടെ തിരുമുഖം തനിക്കാവുന്ന വിധം തൻ്റെ സ്നേഹം കാണിച്ച് ആ മുഖം തുടച്ച് ആശ്വസിപ്പിക്കുന്ന വെറോനിക്കയുടെ അടുത്ത് ഈശോ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്ന രംഗമാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ബഥാനിയയിലെ ലാസറിന്റെ ഭവനം, മർത്ത മറിയം സഹോദരിമാര്, അതിൽ ഈശോ ഇടയ്ക്കിടയ്ക്ക് ഈ ലാസറിന്റെ ഭവനത്തിൽ പോയി അവരുടെ ആതിഥ്യം സ്വീകരിച്ചിരുന്നു, അവർ പരിചരിച്ചിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാവപ്പെട്ട വീട്ടിന്റെ സ്നേഹം സ്വീകരിക്കുന്ന ഈശോയെ ബൈബിളിൽ നമ്മൾ കാണുകയാണ്. 10 കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചു. അതിൽ ഒരു വിജാതിയൻ മടങ്ങി വന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിജാതിയൻ ഓർത്ത് സന്തോഷിക്കുന്ന ഈശോയെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു സാധാരണക്കാരന്റെ സ്നേഹം സ്വീകരിച്ച് അതിൽ ആഹ്ലാദിക്കുന്ന മറ്റൊരു രംഗം ബൈബിളിൽ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള തിരുലിഖിതങ്ങൾ. യേശു ഒലിവ് മലയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. ഓശാന ഞായറാഴ്ച നമ്മളത് ധ്യാനിച്ചിട്ടുള്ളതാണ്. അവൻ പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന കുറെ പേര് ചാടി പുറപ്പെട്ടു. അവർ പറഞ്ഞു, ഗുരു, ഇവരെ നിരോധിക്കൂ. യേശു പറഞ്ഞു, ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിഷ്യഗണം മുഴുവൻ യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചും സന്തോഷിച്ച് അവരുടെ ഹൃദയത്തിൽ നിന്ന് എന്ന് പറഞ്ഞ സാധാരണക്കാരുടെ ഉള്ളിൽ അവർ കാത്തു സൂക്ഷിച്ചിരുന്ന സ്നേഹം അണപൊട്ടൊഴുകിയ രംഗമാണ് ഈ ദിവസത്തിൽ കാണുന്നത്. ജനങ്ങളെല്ലാം അവരുടെ നിയന്ത്രണം വിട്ട് ആർത്ത് വിളിക്കുകയാണ്. അവർ ആർത്ത് വിളിച്ച് ദൈവത്തെ അങ്ങോട്ട് അവരുടെ ഉള്ളിലെ സ്നേഹം അണപൊട്ടി ഒഴുകുകയാണ്. അവിടെ നിന്ന് അതൊക്കെ സ്വീകരിച്ച് അതിൽ ആനന്ദിച്ച് അവരുടെ കൂടെ നടക്കുന്ന ഒരു യേശുവിനെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള തിരുലിഖിതങ്ങളിൽ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു നിഷ്കളങ്കത, നമ്മുടെ ഹൃദയത്തിൽ ഒരു പാപിയാകട്ടെ, ഒരു മദ്യപാനിയാകട്ടെ, ഒരു തഴക്കദോഷത്തിന്റെ അടിമയാകട്ടെ, നിരാശനാകട്ടെ, ആത്മഹത്യ പ്രവണത ഉള്ളവനാകട്ടെ, മാനസിക രോഗിയാകട്ടെ, വിദ്യാഭ്യാസം ഇല്ലാത്തവനാകട്ടെ, പഠിപ്പും വിവരമില്ലാത്തവനാകട്ടെ, എപ്പോഴും തോറ്റുപോകുന്നൊരു കുട്ടിയാകട്ടെ, ആ അവസ്ഥ ദൈവമേ ഇതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഈശോ ഇടപെടും. ഇന്നും ഈശോ അതുപോലെ തന്നെ പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും വളരെ മനസ്സലിവോടും തുറവിയോടും കൂടെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. എന്റെ പേര് ജെറിൻ ജോയ്. ഞാനിപ്പോ 8-9 പാസ്സായി. 9-ാം ക്ലാസ്സിലേക്ക് പാസ്സായി. ഞാൻ കുഞ്ഞ വയസ്സ് തൊട്ട് നാട്ടിലായിരുന്നു ജനിച്ച. ഞാൻ 2.5 വയസ്സായപ്പോ ഞാൻ ബാംഗ്ലൂരിലോട്ട് വന്നു. 3 വയസ്സായപ്പോ എനിക്ക് സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിയിട്ട് എന്നെ എന്റെ ഫ്രണ്ട്സും പ്രിൻസിപ്പാളും ടീച്ചറും എന്നെ കണ്ടിട്ട് ഞാൻ ഈ കണ്ണാടിയിൽ ഒരു വള്ളി ഇടുന്ന കാരണം അവർ പറഞ്ഞു ഞാനൊരു പൊട്ടനാ, മണ്ടനാ, എനിക്ക് പഠിക്കാൻ. ഈ കുട്ടീനെ പറ്റി ഇങ്ങനെ പറയാമോ? അത് മാതിരി പറഞ്ഞു കളഞ്ഞ കൂട്ടുകാര്. എന്നിട്ട് ഞാനൊരു പൊട്ടനാ, മണ്ടനാ എന്ന് പറഞ്ഞ് അവരെന്നെ താഴ്ത്തി. എനിക്കപ്പോ പഠിക്കാനും കഴിവുണ്ടായിരുന്നില്ല. 2ാം ക്ലാസ് ആയപ്പോ ഞാൻ യേശുവിന്റെ അടുത്ത് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു, യേശുവെ എന്നെ പൊട്ടനും മണ്ടനും വിളിച്ചാലും കുഴപ്പമില്ല, എനിക്ക് 2-ന് 3 പാസ്സായി നല്ലൊരു സ്കൂളിലോട്ട് അഡ്മിഷൻ കിട്ടണേ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് സഹിച്ചോളാം, എനിക്ക് അവരോട് ദേഷ്യമില്ല, ഞാൻ ക്ഷമിക്കുന്നു. പക്ഷെ എനിക്കൊരു കാര്യം ചെയ്യണം, അതിനെ പയ്യനെ വളർത്തിയിട്ട് 3ാം ക്ലാസ്സിലേക്ക് എന്നെ ജയിപ്പിച്ച് നല്ലൊരു സ്കൂളിലേക്ക് വിടണമെന്ന് പറഞ്ഞു. എന്നിട്ട് 2ാം ക്ലാസ്സിൽ പാസ്സായി. എനിക്ക് ക്രൈസ്റ്റ് അക്കാഡമി ICSC സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ സ്റ്റേറ്റിന് ICSലായിട്ട്
ഞാൻ സ്റ്റേറ്റിന് ICSലായിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ഇച്ചിരിയും കൂടെ കഷ്ടമായിരുന്നു അവിടെ. എന്നിട്ട് ഞാൻ അവിടെ പഠിച്ച് 7-ആയപ്പോ അവിടെയും കൂടി എന്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും പറഞ്ഞു, നിനക്ക് പഠിക്കാൻ കഴിവില്ല, നീ ഒരു പൊട്ടനാ, അങ്ങനെ തന്നെ പറഞ്ഞു, നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ അച്ഛന്റെ പേരിൽ ഇവിടെ കൺവെൻഷൻ നടക്കണ്ടായിരുന്നു. കൺവെൻഷൻ അഭിഷേകാഗ്നി എന്ന പേരില് ഇവിടെ കൺവെൻഷൻ അതിൽ എന്റെ പേര് എഴുതിയിട്ടാണ്. അതൊക്കെ കുട്ടി പറഞ്ഞു ശരി തന്നെയാണ്. കൺവെൻഷൻ നടക്കണ്ടായിരുന്നു. ഞാൻ ആ കൺവെൻഷന് വന്ന് കൂടി. ഞാൻ യേശുവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു, യേശുവെ, എന്റെ അച്ഛനും അമ്മയും എല്ലാവരും എന്നോട് പറഞ്ഞു എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂട്ടുകാരും സ്കൂളിലുള്ളവരും എന്നെ പൊട്ടനെന്ന് വിളിക്കണു. അച്ഛനും അമ്മയും പറഞ്ഞത് ശരിയാ, നിനക്ക് പഠിക്കാൻ കഴിവില്ലെന്നാ തോന്നണെന്ന് അവരും പറഞ്ഞു. ടീച്ചേഴ്സും അത് ടീച്ചേഴ്സും ഫ്രണ്ട്സും പറഞ്ഞു. അങ്ങനെ കാരണം എനിക്ക് മാത്സിൽ ആകെ ഭയങ്കര കുറവ് മാർക്കായിരുന്നു. ലാസ്റ്റ് ആയിരുന്നു ഞാൻ ഫെയിൽ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഗുദ്ദപ്പാസ് എന്ന് പറയും. അതായിരുന്നു. എന്നിട്ട് ഞാൻ യേശുവിന്റെ അടുത്ത് ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഈ അഭിഷേകാഗ്നിയില്, നമ്മുടെ കഴിഞ്ഞ അഭിഷേകാഗ്നിയില് ബാംഗ്ലൂരു ഈ ക്രൈസ്റ്റ് ഗ്രൗണ്ടിലുള്ളതില് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോ ഞാൻ 7-ന് 8 പാസ്സായി. മാത്സിന് 86% എനിക്ക്. യേശു ഏറ്റവും വിഷമമുണ്ടായിരുന്ന വിഷയത്തിന് എത്രയാ? 86%. നീ മിടുക്കനാട്ടോ. 86%. ഗ്രേറ്റ്. 86. യേശു ബുദ്ധിയുടെ കെട്ടങ്ങൾ അഴിച്ച്. കണക്കിനറിഞ്ഞ ഏറ്റവും മോശം. അതിന്റെ പേരിൽ ഇതെല്ലാം കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ എന്തായി? ഇപ്പൊ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. വിളിയൊക്കെ കുറഞ്ഞ അവർ പറഞ്ഞു, ഞങ്ങളോർത്ത് നീ ഒരു മണ്ടനാണെന്ന്. ഇപ്പൊ നിനക്ക് പഠിക്കാനൊക്കെ കഴിവുണ്ടെന്ന് ആൾക്കൊക്കെ മനസ്സിലായി. നാളെ ക്ഷമിച്ചേക്കണെന്ന് പറഞ്ഞു. വണ്ടിനും പൊട്ടനെന്നെ വിളിച്ച കാരണം സോറി ചോദിച്ച് ഫ്രണ്ട്സ് വന്നിട്ട് പറയാണ്, ഞങ്ങള് വിചാരിച്ച നീ ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നീ ബുദ്ധിയില്ലാത്ത കുട്ടിയല്ല, നിനക്ക് നല്ല ബ്രൈറ്റ് ആയ ബ്രെയിൻ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചതെല്ലാം മാപ്പാക്കണമേ, ക്ഷമിച്ചേക്കണം എന്ന് പറഞ്ഞ് സോറി ചോദിച്ച എല്ലാ ഫ്രണ്ട്സും വന്നു. ഈ വള്ളിയിട്ട കാരണം അവർ എന്നെ അങ്ങനെ വിളിച്ച കണ്ടിട്ട് അങ്ങനെ വിളിച്ച. ഇപ്പൊ അവർക്ക് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഇടയ്ക്ക് വിളിക്കാറുള്ളൂ, അത് കുഴപ്പമില്ല. എന്നാലും ശരി, ആ സോറി വന്ന് പറഞ്ഞില്ല. നിന്നെ നല്ല ലെവലിൽ നല്ല മാർക്ക് തന്ന് ആ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നിന്നെ ദൈവം 1-ാം സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ 1-ാം സ്ഥാനമായിരുന്നു ഞാൻ. റിയലി? ശരിക്കും? ഈ മകനെ നോക്ക്, ദൈവം എത്ര സ്നേഹിച്ചു നോക്ക്. 1-ാം സ്ഥാനത്തേക്ക് ഈശോ ക്ലാസ്സിൽ 1-ാം സ്ഥാനത്തേക്ക് കൊടുത്തു. എനിക്ക് സന്തോഷമാണ്. സന്തോഷം. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണക്കാരുടെ സ്നേഹം സ്വീകരിക്കുന്ന കർത്താവ്, അത് കുട്ടികളാണെങ്കിലും മികവുള്ളവരാണെങ്കിലും മികവില്ലാത്ത എല്ലാവരുടെയും ഉള്ളിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്നേഹത്തിന്റെ ആ സൗരഭ്യം, ആ സുഗന്ധ തൈലം ഏറ്റുവാങ്ങുന്ന യേശുവിനെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഈ കുട്ടിയെ അനുഗ്രഹിച്ചത് ആ യേശു തന്നെയാണ്. ഇപ്പൊ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ ഹൃദയത്തിലെ നിഷ്കളങ്കത, ഒരു പാപിയാണോ, മദ്യപാനിയാണോ, ചീട്ടുകളിക്കാരനാണോ, പഠിച്ചിട്ട് മനസ്സിലാകാത്ത ആളാണോ, അഡ്മിഷൻ കിട്ടാത്ത ആളാണോ, ജോലിക്ക് ആരും വിളിക്കുന്ന സ്ഥിതിയാണോ, ആ നിഷ്കളങ്ക അവസ്ഥയിൽ നിങ്ങളുടെ കർത്താവിനോട് ഇപ്പോൾ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കൈകൾ ഉയർത്തി ഉറക്കെ ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന.
യേശുവേ 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 ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. ഹല്ലേലൂയ Hallelujah. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ ജീവിതത്തിന്റെ കണ്ണുനീർ എന്താണോ അത് യേശുവിലേക്ക് കൊണ്ടുവരിക. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. രണ്ട് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. എല്ലാ രോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുക. കിടക്കയിൽ കിടക്കുന്ന രോഗികൾ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ യേശുവേ എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ നിഷ്കളങ്ക വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതമുണ്ട്. എല്ലാവരും കൈകൾ ഉയർത്തി പിടിക്കട്ടെ. ഉറക്കെ സ്തുതിക്കുന്നു. സ്പർശിക്കണമേ